അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിൽ ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആർ ശ്രീജിത്തുണ്ട് വിശദാംശങ്ങളുമായി എം എൻ സ്മാരകത്തിൽ നിന്ന്. ശ്രീജിത്ത്, കൂടുതലൊന്നും ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്ന് പറയുന്നു, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും പറയുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഉള്ളിൽ നടന്ന ചർച്ചയുടെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഗോകുൽ, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ CPIയുടെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തിയത്. പദ്ധതിയുടെ ഫയലുകൾ അടങ്ങുന്ന വിവരങ്ങളുമായിട്ട് എത്തി. ചർച്ച നടന്നുവെന്ന കാര്യം മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന ഒറ്റ വാക്കിലുള്ള പ്രതികരണം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ചർച്ച പോസിറ്റീവാണോ എന്ന് ചോദിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒറ്റയടിക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല, അത്രയ്ക്ക് ലളിതമായ കാര്യങ്ങളല്ല സംഭവിച്ചിരിക്കുന്നത്. സങ്കീർണമായ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. എങ്കിലും എങ്ങനെയാണ് ഈ ധാരണാപത്രം ഒപ്പിടുന്ന പരിസ്ഥിതിയിലേക്ക് വന്നത്, എന്തുകൊണ്ട് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങൾ ഏതാണ്ട് 45 മിനിറ്റോളം നീണ്ട ചർച്ചയിൽ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ CPI നേതൃത്വത്തിനും പൊടുന്നനെ ഒരു മറുപടി പറയുകയോ ഇതിനോട് യോജിക്കുകയോ ചെയ്യില്ല. കാതലായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട വിഷയമാണിത്. ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാന ഘടകമായ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോൾ ആ നയം സ്വീകരിക്കേണ്ടി വരും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അത് നയത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ആ നയത്തിൽ നിന്ന് പിറകോട്ട് പോകാതെ CPIക്ക് ഇതിനോട് യോജിക്കുക സാധ്യമല്ല. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPIഎമ്മും വിദ്യാഭ്യാസ വകുപ്പും ഒരുക്കവുമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാകുകയില്ല. 27-ന് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം ഒരേ വേദിയിൽ പുന്നപ്രവയലാർ വാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഒരേ വേദിയിൽ ഉണ്ടാകും. അവിടെ വെച്ചൊരു ചർച്ച നടക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിഗതികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോഴത്തെ ചർച്ച ഒരു തുടക്കം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. MN സ്മാരകത്തിനകത്ത് ബിനോയ് വിശ്വവും മന്ത്രി വി ശിവൻകുട്ടിയും GRNലും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും ചർച്ചയ്ക്ക് ശേഷം എല്ലാം പരിഹരിക്കപ്പെടും, എല്ലാം തീരും, പ്രശ്നങ്ങളെല്ലാം തീരുമെന്നതായിരുന്നു വി ശിവൻകുട്ടിയുടെ ഒറ്റ വാക്കിലുള്ള മറുപടി. കൂടുതലൊന്നും വിശദീകരിക്കാൻ ഈ ഘട്ടത്തിൽ അദ്ദേഹം തയ്യാറാകുമില്ല. ആ പ്രതികരണത്തിലേക്ക് ഞാൻ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വൈകുന്നേരം പറ്റുമോ സംസാരിക്കാം. ഞാൻ ബിനോയ് വിശ്വ സ്ഥാപനം കാണാൻ വന്നു. GRNൽ മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PMCയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് മാത്രമാണ് മന്ത്രി ഈ ഘട്ടത്തിൽ പറയുന്നത്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, മന്ത്രിസഭയിൽ പലവട്ടം ഈ CPI മന്ത്രിമാർ എതിർപ്പുന്നയിച്ചതാണ്. ആ ഘട്ടത്തിൽ ഒന്നും പറയാതിരുന്ന മന്ത്രിക്ക് ഇപ്പോൾ MN സ്മാരകത്തിൽ വന്ന് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കടുത്ത നിലപാടും കടുത്ത പ്രതികരണങ്ങളും ഇന്നലത്തെ പകൽ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിലടക്കം രൂക്ഷമായ പ്രതികരണം മന്ത്രിക്കെതിരെ അടക്കം ഉയർന്നതാണ്. ഈ ഘട്ടത്തിലാണല്ലോ MN സ്മാരകത്തിലേക്ക് തന്നെ പോയി അവിടെ ചെന്ന് വിശദീകരിക്കേണ്ടി വന്നത്. ഗോകുൽ, CPI ഉയർത്തുന്ന ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്താണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും CPIഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗവുമായ വി ശിവൻകുട്ടി CPIയുടെ ആസ്ഥാനമായ MN സ്മാരകത്തിലെത്തി അതിന്റെ നേതാക്കളെ കണ്ടത്. ഇത്തരമൊരു അനുനയത്തിന്റെ നീക്കത്തിന് തുടക്കമിടുക എന്നത് അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും CPIഎമ്മിനോ വിദ്യാഭ്യാസ വകുപ്പിനോ മുന്നിൽ ഇല്ല. കാരണം നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ 2 തവണ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. 2023 ഡിസംബറിലും 2024 ഡിസംബറിലും 2025 ഏപ്രിലും ഈ 2 തവണ ചർച്ചയ്ക്ക് വിഷയം വന്നപ്പോൾ CPI മന്ത്രിമാർ നഖശികാന്തം എതിർത്ത വിഷയമാണ്. എന്നാൽ പിന്നീട് ചർച്ച കൂടാതെ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന നടപടിയിലേക്ക് പോയതാണ് CPIയെ പ്രകോപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. സാധാരണ കാര്യങ്ങൾ കാണുന്നത് പോലെ അവഗണിച്ചു വിടാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടാണ് CPIക്കുള്ളത്. ആ നിലപാടിൽ നിന്ന് CPIയെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിനോയ് വിശ്വത്തെ കാണാനായി ഇപ്പോൾ വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തവണത്തെ കൂടിക്കാഴ്ച കൊണ്ടോ മറ്റോ ചർച്ചകൾ കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു
അല്ലെങ്കിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് മാറിയുള്ള ഒരു നടത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വഴിമാറി നടക്കലിന് എന്താണ് പരിസ്ഥിതി എന്നൊക്കെ വിശദീകരിക്കാൻ പോലും അത് CPIക്ക് കൂടി സ്വീകാര്യമാകണം. അത്തരമൊരു കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് മാത്രമായി CPIക്ക് അകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് 27 തിങ്കളാഴ്ച രാവിലെ 10:30 ആലപ്പുഴ ജില്ലാ കൗൺസിൽ ആസ്ഥാനമായ TV സ്മാരകത്തിൽ നടക്കാൻ പോവുകയാണ്. അവിടെ വെച്ചായിരിക്കും CPIയുടെ തീരുമാനം. എന്തായാലും ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട തെറ്റ് തിരുത്തുന്നതുവരെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കണമെന്ന തീരുമാനമാണ് CPI കൈക്കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനത്തിന് തിങ്കളാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകും. അന്ന് തന്നെ മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുങ്ങുന്നുണ്ട്. ആലപ്പുഴയിൽ പുന്നപ്ര രക്തസാക്ഷി സ്മാരക വാരാചരണത്തിന്റെ സമാപന ചടങ്ങിലാണ് ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുക്കുന്നത്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് പിൻവലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിലൊരു പിന്നാക്കം പോക്കിലൂടെ ഒരു സമവായം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒത്തുതീർക്കുക, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആലോചന CPM കേന്ദ്രങ്ങളിലുണ്ടോ? ഗോകുൽ, ഇതുവരെ ഈ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു തീരുമാനം CPIM-ലില്ല. CPIM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അത്തരമൊരു നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന കാര്യം വ്യക്തമാക്കി. ഇന്ന് രാവിലെ V. ശിവൻകുട്ടിയുമായി ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോഴും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് വർഷമാണ്. വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിവിധ പദ്ധതികൾക്കായി പണം ലഭിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വിദ്യാഭ്യാസ വകുപ്പിനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കും. ഈ പരിസ്ഥിതിയിലാണ് ഈ ധാരണാപത്രം ഒപ്പിട്ടത് എന്നാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ വിശദീകരണം. എന്നാൽ ഈ അത്തരമൊരു ചർച്ച നടത്താത്തത് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. ചർച്ച നടന്നാൽ CPI എതിർക്കുമെന്നതുകൊണ്ടാണ് ചർച്ച നടത്താതെ പോയത് എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.